മലയാള സിനിമാ മേഖലയിൽ നടുക്കുന്ന ക്രൂരപീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മലയാളത്തിലെ 4 നടന്മാരിൽ നിന്ന് ദുരനുഭവമുണ്ടായെന്ന് നടി മിനു കുര്യൻ. നടനും MLA-യുമായ മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവരിൽ നിന്നായി ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ടെന്നാണ് നടി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ, പ്രൊഡക്ഷൻ കൺട്രോൾ നോബിൾ, വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടതായി നടി ആരോപിച്ചു. 2013-ലാണ് സിനിമാ താരങ്ങളിൽ നിന്നും ദുരനുഭവം ഉണ്ടായതെന്ന് നടി പറയുന്നു. ഒരു സിനിമാ പ്രൊജക്ടിന്റെ ഭാഗമായിരിക്കെയായിരുന്നു ഈ ദുരനുഭവം ഉണ്ടായത്. സിനിമയുമായി പരമാവധി മുന്നോട്ടു പോകാൻ ശ്രമിച്ചിട്ടും അതിക്രമം സഹിക്കാവുന്നതിലും അപ്പുറമായതോടെ മലയാള സിനിമാ മേഖല തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് മിനു കുര്യൻ പറയുന്നത്. ഇക്കാര്യം അന്നു തന്നെ പുറത്തു പറഞ്ഞിരുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് ലേഖനമുണ്ടായിരുന്നു എന്നും നടി ചൂണ്ടിക്കാട്ടി. അന്ന് അനുഭവിക്കേണ്ടി വന്ന ആഘാതങ്ങൾക്കും പ്രയാസങ്ങൾക്കും എനിക്ക് നീതി ലഭ്യമാക്കണം. ഇത്തരം പ്രവൃത്തികൾ ചെയ്തവർക്കെതിരായി നടപടിക്ക് നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ടെന്നും നടി സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചു. ജയസൂര്യ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിക്കുകയും മോശമായി പെരുമാറുകയുമായിരുന്നു. 2013-ൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. തനിക്ക് അടുത്ത് ഫ്ലാറ്റ് ഉണ്ടെന്നും അങ്ങോട്ട് വരാൻ പറയുകയും ചെയ്തു. ഇക്കാര്യം അന്നു തന്നെ പറഞ്ഞിരുന്നുവെന്നും മിനു പറഞ്ഞു. അമ്മ സംഘടനയിൽ അംഗത്വം നൽകണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് മറ്റു താരങ്ങൾ ആവശ്യപ്പെട്ടെന്നും മിനു പറഞ്ഞു. ഇക്കാര്യം അക്കാലത്ത് തന്നെ താൻ ഉന്നയിച്ചെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല. ഇന്ന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണ്. പുതിയ കുട്ടികൾക്കെങ്കിലും ദുരനുഭവം ഉണ്ടാകരുതെന്നും മിനു കുര്യൻ പറഞ്ഞു. നടൻ റിയാസ് ഖാൻ ഫോണിൽ വിളിച്ച് മോശമായി സംസാരിച്ചുവെന്നാണ് രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ. സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, ഇഷ്ടപ്പെട്ട പൊസിഷൻ ഏതാണ് എന്ന തരത്തിൽ അശ്ലീലം നിറഞ്ഞ രീതിയിലാണ് സംസാരിച്ചിരുന്നത്. തുടർന്ന് 9 ദിവസം കൊച്ചിയിലുണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തി തരണമെന്നാണ് റിയാസ് ഖാൻ പറഞ്ഞത്. ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായത്. സിദ്ദീഖിന്റെ രാജി അർഹിക്കുന്നതാണ്. മലയാള സിനിമയിലെ കൊടും ക്രിമിനലാണ്. സിനിമയിൽ നിന്ന് വിലക്കിടണമെന്നും അവർ കൂട്ടിച്ചേർത്തു. തൊടുപുഴയിലെ സിനിമാ സെറ്റിന്റെ മേക്കപ്പ് റൂമിനടുത്ത് വെച്ച് യുവനടൻ കടന്നുപിടിച്ചതായി നടി സോണിയ മൽഹാറും രംഗത്ത് വന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. 2013-ലാണ് ദുരനുഭവം ഉണ്ടായത്. ഏറെ ആരാധിച്ച ആളിൽ നിന്ന് ഇതുണ്ടായപ്പോൾ പേടിച്ചുപോയി. അയാളെ തള്ളിമാറ്റി. താൻ കരഞ്ഞപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു. സംഭവം തന്നെ മാനസികമായി തകർത്തു. പിന്നീട് ഇയാളിൽ നിന്ന് മോശമായി ഒന്നുമുണ്ടായില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിച്ചത്. താൻ വിചാരിച്ചതിനേക്കാൾ ശക്തരാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് സംവിധായകൻ ജോഷി ജോസഫ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിയെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രഞ്ജിത്തിന്റെയും സിദ്ദീഖിന്റെയും രാജിയെ തുടർന്ന് വ്യവസ്ഥയാകെ മാറുമെന്ന് കരുതുന്നില്ല. WCCയുടെ പ്രവർത്തനം സിനിമാ മേഖലയിലാകെ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്.